ആർക്കേലും എന്തെങ്കിലും കൊടുത്തുങ്ങാണ്ട് ദ്വാരക്കാൻ പറയും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആർക്കെങ്കിലും ഹദിയ കൊടുത്തയക്കുന്ന അടിമയോട് പറയാറുണ്ടായിരുന്നു എന്നാണ്, ഇത് കൊടുക്കുമ്പോ അയാൾ ദ്വാരക്കുകയാണെങ്കിൽ തിരിച്ചു ദ്വാരന്നിട്ട് പോന്നാ മതി. എന്താ വെച്ചാല് ഹദിയയുടെ കൂലി വളരെ കൂടുതലാണ്, ദുആന്റെ കൂലി അവിടേക്ക് എത്തൂല. വെറുതെ കൊടുക്കുന്ന സമ്പത്തിൽ ഏറ്റവും കൂലി കിട്ടുന്ന സാധനമാണ് ഹദിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഹദിയയുടെ കൂലി വളരെ കൂടുതലുള്ളതാണ്. സ്വർണം കൊടുത്ത് വെള്ളി വാങ്ങുന്നത് പോലെയാണ് ഹദിയ കൊടുത്ത് ദുആ വാങ്ങല്. ഹബീബിങ്ങളെ, ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ഒരു തമാശ ഉണ്ട്, ഇല്ലാത്തതാണ് തമാശയാണ്, അത് പറയാം. ഒരു ദിവസം വല്യമ്മ ഇങ്ങനെ കുടുക്ക് തുന്നാണ്, ബട്ടൺസ് ഇങ്ങനെ തുന്നാണ്. അപ്പൊ വല്യമ്മാന്റെ അടുത്ത് നിന്ന് സൂചി നിലത്തിയാടി. ഇല്ലാത്തതട്ടോ, ഉള്ളതല്ലേ. ഏത് വല്യമ്മയെന്നൊന്നും ചോദിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരണ്ട. ഒരു തമാശ. പക്ഷെ ആ തമാശയിൽ ഒരു കാര്യമുണ്ട്. അതിനിപ്പോ നിങ്ങളിത് ശ്രദ്ധിച്ചാലല്ലേ മനസ്സിലാവുള്ളൂ. ഇങ്ങോട്ട് നോക്കി എല്ലാരും ഇങ്ങോട്ട് നോക്കി എന്നാലല്ലേ. വല്യമ്മ ഇങ്ങനെ ബട്ടൺസ് തുന്നുമ്പോ സൂചി നിലത്തിയാടി. അപ്പൊ വല്യമ്മക്ക് കാഴ്ച ലേശം കുറവുണ്ട്, എങ്ങനെ തെരഞ്ഞിട്ടും കാണാനില്ല. അപ്പൊ വല്യമ്മ പറഞ്ഞു, ഇന്റെ ആ സൂചിന് കിട്ടുകയാണെങ്കിൽ ഞാൻ പള്ളിക്കൊക്കെ ഒരു പൊന്നിന്റെ സൂചി കൊടുക്കാൻ തീർച്ചയാക്കിയാർ. അപ്പൊ പേരക്കുട്ടി ഉണ്ടായിരുന്നു അവിടെ. പേരക്കുട്ടി വന്ന് എന്തേ വല്യമ്മ നിങ്ങൾ പറഞ്ഞതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, എന്റെ ആ പോയ സൂചിന് കിട്ടിയാലേ അതിന് പകരം പള്ളിക്കൊക്കെ ഒരു പൊന്നിന്റെ സൂചി കൊടുക്കാൻ തീർച്ചയാക്കിയെന്നാ ഞാൻ പറഞ്ഞത്. അതിൽ പേരക്കുട്ടി പറഞ്ഞു, വല്യമ്മ അത് നഷ്ടമാണ് സംഭവം. കാരണം പോയ സൂചി എന്ന് പറഞ്ഞത് ഇരുമ്പാണ്, പള്ളിക്കൊക്കെ നിങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞ പൊന്നിന്റെ സൂചി സ്വർണ്ണാണ്, അത് നഷ്ടാണ് എന്ന് പറഞ്ഞപ്പോ വല്യമ്മ പറഞ്ഞു, ചെറുക്ക അത് പള്ളിക്കൊക്കെ കൊടുക്കാനല്ല, എന്റെ പോയതിന് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് പറഞ്ഞു എന്നാണ് തമാശ. ഇതില് ഒരു സന്ദേശമുണ്ട്. എന്താ സന്ദേശം വെച്ചാല്, നമ്മളടുത്ത് ഇങ്ങനെ ചില പരിപാടികളുണ്ട്. പൊന്നിന്റെ സൂചി കൊടുത്തിട്ട് ഇരുമ്പിന്റെ സൂചി വാങ്ങണ പരിപാടി. ഹദിയയുടെ കൂലി വളരെ വലുതാണ്. അത് കൊടുത്തിട്ട് ദുആ എന്ന ചെറിയ സാധനം വാങ്ങേണ്ട ആവശ്യമില്ല. പിന്നെ ദുആന്റെ ഇജാബത്ത് എവിടെ കിടക്കണത്? ഇജാബത്ത് വാങ്ങിയോന്റെ അടുത്തല്ല, കൊടുത്തോന്റെ അടുത്താണ്. കൊടുത്തിട്ട് നമ്മൾ ദ്വാരക്കാണ് വേണ്ടത്. യഥാർത്ഥത്തിൽ ഓൻ ദ്വാരക്കണം കേട്ടോ, അത് ആയിപ്പെട്ടതല്ല. അത് ഉപകാരത്തിനുള്ള പ്രത്യുപകാരം എന്നുള്ള നിലയിലാണ് അവൻ ദുആ ചെയ്യേണ്ടത്. അതേ സമയത്ത് ഇജാബത്ത് കിടക്കുന്നത് കൊടുത്തോന്റെ അടുത്താണ്. അതാണ് സ്വതക്കയുടെ പിന്നിൽ ദുആക്ക് ഇജാബത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞത്. സ്വതക്ക കൊടുത്തവനാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ കൃത്യമായിട്ട് ചെയ്യണം. ഹദിയക്ക് ദ്വാരക്കാൻ പറയണ്ടെന്നാണ്. ഹദിയ കൊടുക്കുമ്പോ ഹദിയ കൊടുക്കൽ മാത്രം ചെയ്താൽ മതി. ദ്വാരക്കൽ അയാളെ വകയാണ്. കിട്ടിയെങ്കിൽ കിട്ടി, കിട്ടിയാലും കുഴപ്പമില്ല, അല്ലെങ്കിലും കുഴപ്പമില്ല. നീയത്ത് വെക്കാം, ഇന്ന ആവശ്യത്തിനാണ് ഞാൻ ഈ ഹദിയ കൊടുക്കുന്നത് എന്ന് നീയത്ത് വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സ്വർണത്തിന്റെ സ്വർണത്തിന്റെ സൂചി കൊടുത്തിട്ട് ഇരുമ്പിന്റെ സൂചി വാങ്ങുന്ന പരിപാടി ചെയ്യരുത്. നമുക്ക് അങ്ങനെയൊക്കെ ചില പരിപാടികളുണ്ട്. അതുകൊണ്ട് നാട്ടുനടപ്പാണ്, ശീലമാണ്, നമ്മൾ പരിചയപ്പെട്ടത് അങ്ങനെയാണ്. അതുകൊണ്ട് അങ്ങനെ തെറ്റ് എന്നല്ലോ ഞാനീ പറഞ്ഞത്. നല്ല രീതി അങ്ങനെയല്ല. ഹദിയ കൊടുക്കുക, ഒന്നും ഉണ്ടായിരിക്കുക, ഇതാണ് ഹദിയ കൊടുക്കുമ്പോൾ ചെയ്യാവുന്ന ഏറ്റവും നല്ല രീതി എന്നുകൂടെ സാന്ദർഭികമായി പറയാം. അപ്പൊ അങ്ങനെ ദുആക്ക് ഇജാബത്തുള്ള ഒരുപാട് സന്ദർഭങ്ങൾ. സദഖയുടെ പിന്നിലുള്ള ദുആ, ഖുർആനോത്തിന്റെ പിന്നിലുള്ള ദുആ, നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുആ, ഹജ്ജിന് ശേഷമുള്ള ദുആ, നോമ്പ് തുറന്ന ഉടനെയുള്ള ദുആ, ഭക്ഷണത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ദുആ. ഭക്ഷണത്തിന്റെ മുന്നിൽ ദ്വാരക്കണം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ദ്വാരക്കണം. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഖവ്വിനി ഫീ ഇബാദതിക വഅഫിനി ഫീ സബീലിക വഖിനി അദാബന്നാർ. ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ പേര് കൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കുകയാണ്. അല്ലാഹുമ്മ ഖവ്വിനി ഫീ ഇബാദതിക, പടച്ചോനെ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ എനിക്ക് നീ ശക്തി നൽകണമേ, അതിനാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. വഅഫിനി ഫീ സബീലിക, നിന്റെ മാർഗത്തിൽ എനിക്ക് നീ സൗഖ്യം നൽകണമേ. വഖിനി അദാബന്നാർ, കത്തിത്തിളക്കുന്ന നരകത്തിന്റെ അദാബിനെ തൊട്ട് അല്ലാഹുവേ എന്നെ നീ കാക്കേണമേ. ഇങ്ങനെ ദുആക്ക് ഇജാബത്തുള്ള സന്ദർഭങ്ങൾ, സാഹചര്യങ്ങളൊക്കെ നോക്കി നന്നായിട്ട് ദുആ ചെയ്യണം. ദുആന്റെ എല്ലാ അദബുകളെയും പാലിക്കണം, എല്ലാ മര്യാദകളെയും പാലിക്കണം.
മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളുടെ ദുആ വളരെ പ്രധാനപ്പെട്ടതാണ്. 5 കാര്യങ്ങളാണ് മക്കൾ നന്നാവാൻ മാതാപിതാക്കൾ ചെയ്യേണ്ട കാര്യങ്ങൾ. 5 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം ഒരു നല്ല പേരിടണം. ഒരു നല്ല പേരിടണം. പേരിനനുസരിച്ചാണ് ഏതൊരാളുണ്ടാവുക. നല്ലൊരു പേര്. നല്ല പേര് പറഞ്ഞാല് കേൾക്കാൻ രസമുള്ളതായിരിക്കണം, ഉച്ചരിക്കാൻ പറ്റുന്നതായിരിക്കണം, ഭംഗിയുള്ള പേരായിരിക്കണം, നല്ല അർത്ഥമുണ്ടായിരിക്കണം, ചരിത്രവുമായി അതിന് ബന്ധമുണ്ടായിരിക്കണം. എന്ത് പേര് എന്നതിനേക്കാൾ പ്രാധാന്യമുണ്ട് ആരുടെ പേര് എന്നതിന്. മനുഷ്യന്മാരെ, ബാക്കിലുള്ളവരെ, മുമ്പിലുള്ളവരെ, ഞാൻ മുന്നിക്ക് മാത്രമേ നോക്കണുള്ളൂ എന്ന് കരുതിയിട്ട് ബാക്കിലുള്ളവർ ഇങ്ങോട്ട് നോക്കാതിരിക്കരുത്. ഇങ്ങോട്ട് നോക്കണം എല്ലാവരും. എവിടുന്നപ്പോ ഒച്ച കേൾക്കുന്നത്? വളണ്ടിയർമാരല്ലല്ലോ. അല്ല, ഓലല്ല. മന്റെ ഒച്ചക്ക് പിന്നെ നമുക്കൊരു പരിഹാരവും ഇല്ല. അതേ സമയത്ത് ആൾക്കാരുടെ ഒച്ചക്ക് പരിഹാരം ഉണ്ടായെങ്കിലല്ലേ പറ്റുള്ളൂ. ശരിയായിട്ടുണ്ട്. ഒരു യാനബി എല്ലാരും ചൊല്ലി. യാ നബി സലാം അലൈക്കും, സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, അലൈക്കും. ഒരു വരിയല്ലേ? അശ്റഖൽ ബദ്റു അലൈനാ ഫഖ്തഫത് മിൻഹുൽ ബുദൂറു മിസ്ല ഹുസ്നിക മാ റഅയ്നാ ഖത്തു യാ വജ്ഹ സുറൂരി യാ നബി. യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹ് അലൈക്കും. നോക്കി എല്ലാവരും. മുഅ്മിനീങ്ങളെ, 5 കാര്യങ്ങളാണ് മക്കൾ നന്നാവാൻ ചെയ്യേണ്ടത്. അതിലൊന്നിപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് തുറക്കണം. പക്ഷെ അത് 5-മത്തേതാണ്. 4 അതിന്റെ മുന്നുണ്ട്. ഒന്നാമത്തേത് ഒരു നല്ല പേരിടണം എന്നതാണ്. ഏത് മനുഷ്യനും അവന്റെ പേരിനനുസരിച്ചാണ് ഉണ്ടാവുക. ഒരാളോട് എൻ്റെ പേരെന്താന്ന് ചോദിച്ചാൽ മനസ്സിലാവും ബാക്കി എന്തൊക്കെയാണ്. ഏത് മനുഷ്യനും. ഇത് ഞാൻ വെറുതെ പറയല്ല കേട്ടോ. അബൂബക്കർ എന്ന വാപ്പ പേരിട്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ജോയിന്റ് സെക്രട്ടറി എങ്കിലോ. പേര് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് മനുഷ്യനും അവന്റെ പേരിനനുസരിച്ചാണ് ഉണ്ടാകുക. അപ്പൊ പേര് പറയാൻ ഭംഗിയുള്ളതായിരിക്കണം, കേൾക്കാൻ ഭംഗിയുള്ളതായിരിക്കണം, നല്ല അർത്ഥമുള്ളതായിരിക്കണം. എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ചരിത്രവുമായി ബന്ധമുണ്ടായിരിക്കണം. എന്ത് പേരാണ് എന്നതിനേക്കാൾ പ്രാധാന്യമുണ്ട് ആരുടെ പേരാണ് എന്നതിന്. ബദരീങ്ങളുടെ പേരിട്ടു. ബദരീങ്ങളുടെ പേരിട്ടാല് ബദരീങ്ങളുമായിട്ടുണ്ടാവും. മുഹ്യിദ്ദീൻ ഷേഖിന്റെ പേരിട്ടാല് മുഹ്യിദ്ദീൻ ഷേഖിനോടാണ് ബന്ധമുണ്ടാവുക. ഉമർ റളിയല്ലാഹുവിന്റെ പേരിട്ടാല് അതിനനുസരിച്ചുണ്ടാവും. അലി റളിയല്ലാഹുവിന്റെ പേരിട്ടാല് അതിനനുസരിച്ചുണ്ടാവും. വല്ലിപ്പാന്റെ പേരിട്ടാല് വല്ലിപ്പാന്റെ മാതിരിണ്ടാവും. എന്തോ ഒരു അസ്വസ്ഥത നിലനിൽക്കുന്നുണ്ട്. എന്താന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഈ സദസ്സിൽ ഇപ്പോൾ സംസാരിക്കുന്നത് ആകെ 2 പേരാണ്. ഒന്നൊരു ടീഷർട്ട് ഇട്ട ആളും 2 അതിൻ്റെ അടുത്തിരിക്കുന്ന ആളും. തെരഞ്ഞോക്കണ്ട അങ്ങോട്ട് നോക്കിയാൽ മതി, ഇന്ന് നോക്കിയാൽ മതി. വൈകുന്നേരം എല്ലാവരും വർത്താനം തുടങ്ങിയപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കിയ എല്ലാവരും. അത് അപ്പം അങ്ങനെയായിരുന്നു എന്ന്. ഇനി അങ്ങനെയൊന്നല്ല. ഞാൻ പറയാൻ തുടങ്ങുന്ന സമയത്ത് അങ്ങനെയായിരുന്നു. അതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞങ്ങളെല്ലാവരും നോക്കണില്ല എന്നിട്ടോ. പക്ഷെ അങ്ങനെയല്ല. ഞാൻ ഓരോരുത്തരെയും നോക്കുന്നുണ്ട്.
അതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് നോക്കിയിരുന്നാൽ മതി. ഇവിടെ വയലറിയാൻ വന്നാലും ഞാനാണ്, അതുകൊണ്ട് ഇന്നെ നോക്കണം. എന്നാൽ നോക്കിയാൽ മാത്രമേ പറയുള്ളൂ, അല്ലെങ്കിൽ പറയില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കി. അല്ലെങ്കിൽ ഇങ്ങനെ കുറെ ബെയ്ത്തൊക്കെ ചൊല്ലി ആനബിയൊക്കെ ചൊല്ലി സമയം കഴിയുമ്പോൾ ആയിരുന്നെങ്ങാണ്ട് ഞാനാണ് നിർത്തും. അതാണ് ഉണ്ടാകുക. അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കി എല്ലാവരും നോക്കി. അൻത ഉമ്മുൻ അം അബൂൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. 5 കാര്യങ്ങൾ. 1, നല്ല പേരിടണം. പേര് ആരുടെ പേര് എന്നത് പ്രധാനമാണ്. ബദരീങ്ങളുടെ പേര് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല, ഇനിയും കുറെ ബാക്കിയുണ്ട്. സംഗതി 313 ആളുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആരും ഇടാത്ത ഒരുപാട് പേര് ഇഞ്ഞു അതിലുണ്ട്. ഒരുപാട് പേര് ഞാൻ നോക്കിയപ്പോ കണ്ടിട്ടുണ്ട്, കുറെ പേരുണ്ട്. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ഇവിടെ പഠിക്കല് പറഞ്ഞോടത്ത് ഇക്ബാല്, നമ്മളെ നല്ലൊരു മരണപ്പെട്ടു ഇക്ബാല്, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഓന് കുട്ടികളുണ്ടായാല് ആൺകുട്ടികളാണ് എല്ലാവരും. മക്കളുണ്ടായാല് സബീനൻ തുറന്നിട്ട് ബദരീങ്ങളുടെ പേര് നോക്കലാണ്. ഒരു കുട്ടിയുടെ പേര് മിഖ്ദാദാണ്, ഒരു കുട്ടിയുടെ പേര് കൈസാണ്. അങ്ങനെ സബീന നോക്കിയിട്ട് ബദരീങ്ങളുടെ പേരിൽ നോക്കിയിട്ട് ഏറ്റവും ആകർഷണീയമായി തോന്നുന്ന ഒരു പേരിടും, ബദരീങ്ങളുടെ പേര്. ചരിത്രം വളരെ പ്രധാനമാണ്. ആരുടെ പേരാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതാണ് 1ാമത്തെ കാര്യം. 2ാമത്തെ കാര്യം ദീനിയും ദുന്യവിയുമായ ഇൽമ് പഠിപ്പിക്കണം എന്നതാണ് 2ാമത്തെ കാര്യം. ദീനിയായ ഇൽമും പഠിപ്പിക്കണം, ജീവിക്കാൻ ആവശ്യമായ വിവരവും പഠിപ്പിക്കണം. ദീൻ പഠിപ്പിക്കണം, ലൗകികം ഭൗതികവും പഠിപ്പിക്കണം. അങ്ങനെ ദീനിയും ദുന്യവിയുമായ ഇൽമ് പഠിപ്പിക്കണം. ഭൗതികമായ വിജ്ഞാനം എത്രയുണ്ടോ അതിനനുസരിച്ച് ദീനും പഠിപ്പിക്കണം. അപ്പൊ പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. എന്നാണോ ഭൗതിക പഠനം അവസാനിക്കുന്നത് അന്ന് മതപഠനവും അവസാനിപ്പിക്കാം. സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താം. പല സൗകര്യങ്ങളുണ്ട്. ഓൺലൈൻ സംവിധാനമുണ്ട്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് പുതിയ ഓൺലൈൻ മദ്രസ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സൗകര്യങ്ങളുണ്ട്. അവ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി മതപരവും ഭൗതികവുമായ വിജ്ഞാനം പഠിച്ചുകൊണ്ടേയിരിക്കണം. ചുരുങ്ങിയത് 21 വയസ്സ് വരേക്കെങ്കിലും മതപരവും ഭൗതികവുമായ വിജ്ഞാനം പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. 2ാമത്തെ കാര്യം. 3ാമത്തെ കാര്യം ഹലാലും ത്വയ്യിബുമായ ഭക്ഷണം മാത്രം കഴിക്കാൻ കൊടുക്കണം. ഹലാല് ത്വയ്യിബ്, എല്ലാ ഹലാലുകളും ത്വയ്യിബാവൂല, എല്ലാ ത്വയ്യിബുകളും ഹലാലായിരിക്കും. ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ മനസ്സിന് സംതൃപ്തിയോടുകൂടെ നൽകുന്നതിനാണ് ത്വയ്യിബ് എന്ന് പറയാം. സംതൃപ്തി ഇല്ലാതെ കിട്ടുന്നത് ഹലാലാണെങ്കിൽ പോലും ത്വയ്യിബാവൂല. ഹലാല് പലതും ആവും, പക്ഷെ ത്വയ്യിബാവൂല. അതായത് എങ്ങനെ ഇപ്പൊ നമ്മൾ പറയാം, നമ്മളൊരു സാധനം വിറ്റു, ഒരാളത് വാങ്ങിയ ആൾക്ക് തൃപ്തിയായില്ല എങ്കിൽ വിറ്റത് ഒറിജിനൽ വിലയും ഒറിജിനൽ ലാഭമൊക്കെ വാങ്ങിയിട്ടാണെങ്കിൽ പോലും ത്വയ്യിബായിരിക്കൂല. അപ്പൊ വാങ്ങിയവൻ, അതായത് പണം നൽകുന്നവന്റെ മനസ്സിന്റെ സംതൃപ്തിയാണ് ത്വയ്യിബ് എന്ന് പറഞ്ഞാല്. പണം നൽകുന്നവന്റെ അല്ലെങ്കിൽ പണം ചെലവഴിക്കുന്നവന്റെ മനസ്സിന്റെ സംതൃപ്തി, അതിനെയാണ് ത്വയ്യിബ് എന്ന് പറയാം. അതിന് ഞാൻ ഉദാഹരണം പറയലുണ്ട്. നമ്മളൊക്കെ നാടുകളിൽ പഴയ കാലത്ത് പല ദർസുകളൊക്കെ നാടാണുള്ളപ്പത്, മുമ്പൊക്കെ പള്ളിയിലൊക്കെ പഠിപ്പിക്കുന്ന മുദരിസ്മാർക്കൊക്കെ ചില പ്രത്യേക വീടുകളിൽ നിന്ന് മാത്രമാണ് ചെലവ് കൊണ്ടുവരിക. മഹലിലെ എല്ലാ വീട്ടൊന്നും ഉണ്ടാവില്ല. ചില പ്രത്യേക അതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്ന തയ്യാറായി വരുന്ന, പ്രത്യേകിച്ച് അത് കൃഷിയുള്ള വീടുകളായിരിക്കും. കൃഷി ഉണ്ടാകുമ്പോൾ ഭക്ഷണത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കൂട്ടാൻ തൊടുവെന്ന് പറിക്കുന്നതാണ്. പിന്നെ ഉണക്കൽ മീനൊക്കെയാണ് വേണ്ടത്. അതിന് കുറച്ച് നെല്ല് വിറ്റാല് അതിനുള്ള പൈസ ഉണ്ടാവും. ഇങ്ങനെ കൃഷിയുള്ള വീടുകളിൽ നിന്നാണ് ഭക്ഷണം കൊണ്ടുവരിക. ഒരു പള്ളിന്റെ മൂത്രപ്പര പൊളിച്ച് പണിയെടുക്കുന്നുണ്ട്, അതിനെന്തേലും സംഭാവന തരണം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ ഉണ്ടാവില്ല. അതേ സമയത്ത്
പള്ളിയിൽ 2 മൂല്യന്മാരുണ്ട്, അവർക്ക് ചെലവ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ, അതിന് കുഴപ്പമില്ല, കാരണം അത് അവിടെ ഉണ്ട്. അപ്പൊ അവർ സംതൃപ്തിയോടുകൂടെ കൊടുക്കുന്ന ഭക്ഷണം, ഇതാണ് തൊയ്യിബായ ഭക്ഷണം എന്ന് പറഞ്ഞത്. പിന്നെ അതിന്റെ ശേഷം ഇപ്പൊ നമ്മളൊക്കെ കമ്മിറ്റിയിൽ വന്നു. അപ്പൊ ഞാൻ കമ്മിറ്റിക്കാരനാണ്, നമ്മളൊക്കെ ആയി. അപ്പൊ നമ്മൾ എന്ത് തീരുമാനം എടുത്തു? എല്ലാ പെരയിലും ചെലവാണ്, അല്ലെങ്കിൽ മയ്യത്ത് കൊണ്ടുവരാൻ തീരുമാനിച്ചു. അപ്പൊ ചെലവെടുക്കൽ എങ്ങനെ അയച്ചാൽ, ഇനിയിപ്പോ പണ്ടാറടക്കാൻ നാളെ ഇപ്പൊ പള്ളിക്കത്തെ മൂലയിലെ ചെലവാണ് എന്ന് വിചാരിച്ചിട്ടാണ് കൊടുക്കണത്. തൊയ്യിബാവൂല, കാരണം പണ്ടാറടക്കാനാണ് കൊടുക്കണത് എന്നുള്ളതാണ് പ്രശ്നം. ഹലാലാവും, കാരണം അയാൾ ഇവിടെ ജോലി ചെയ്യല്ലേ, ജോലി ചെയ്യുമ്പോ ഹലാലാണ്, അയാൾക്ക് ഭക്ഷണം അയാളുടെ ശമ്പളത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് ഹലാലാവും. തൊയ്യിബാവണമെങ്കിൽ കൊടുക്കുന്നവന്റെ മനസ്സിന്റെ സംതൃപ്തി വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ദിവസം അങ്ങനെ വൈകുന്നേരത്ത് ഒരു ഹോട്ടലിൽ ചായ കുടിക്കാൻ വേണ്ടി കയറി. ഇവിടെ തന്നെ നമ്മളെ കോട്ടക്കലുള്ള ഒരു ഹോട്ടലിൽ ചായ കുടിക്കും. എൻ്റെ കൂടെ 1-2 ആൾക്കാരും കൂടി ഉണ്ട്. അപ്പൊ അങ്ങനെ ചായ പറഞ്ഞു, എന്താ കടിയെന്ന് ചോദിച്ചപ്പോ ഷവർമ്മ ഉണ്ട് കാരണം. അന്നായിക്കോട്ടെ ഒരു 3 റോള് ഷവർമ്മ കൊണ്ടിരിക്കാറുണ്ട്. അങ്ങനെ ഷവർമ്മ കൊടുന്ന് ചായ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ കൂടെയുള്ള ഒരാള് വെയിറ്ററോട് പറഞ്ഞു, കുറച്ചുകൂടി മയോണീസ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ അയാള് 2ാമത് മയോണീസ് കൊടുന്നപ്പോ അതിൽ മഴ പെയ്തിട്ട് ചോർന്നിക്കണു. മഴക്കാലൊന്നുമല്ല എന്നിട്ടും. അപ്പൊ എന്താ സംഭവിച്ചാൽ ആ സാധനം പിന്നെ തിന്നാൻ പാടില്ല. കാരണം നൽകുന്നവൻ സംതൃപ്തിയോടുകൂടെയല്ല നൽകുന്നത് എന്നതാണ് കാരണം. അത് ഹലാലാകും, അവകാശമാണ്. അതേ സമയത്ത് തൊയ്യിബാവൂല, കാരണം സംതൃപ്തിയോടുകൂടെയല്ല നൽകിയിട്ടുള്ളത് എന്നതാണ് കാരണം. ഇതാണ് തൊയ്യിബ് എന്ന് പറഞ്ഞ സാധനം, നൽകുന്നവന്റെ സംതൃപ്തിയാണ്. 1000 രൂപക്ക് പണിയെടുത്തു, 1500 റുപ്യക്ക് വാശി പിടിച്ചു, ഇല്ലെങ്കിൽ നാളെ ഞാൻ പണിക്ക് വരില്ലാറും. നാളെ പണിക്ക് വന്നില്ലെങ്കിൽ മറ്റന്നാൾ കുടിയിരിക്കലാണ്, നടക്കൂല. അപ്പൊ എന്ത് തീരുമാനിച്ചു? ആയിക്കോട്ടെ 1500 എങ്കിൽ 1500, ആ 500 തൊയ്യിബാവൂല. എന്താ കാരണം? സംതൃപ്തിയോടുകൂടെ അല്ല നൽകിയത്. അതേ സമയത്ത് 1000 രൂപക്ക് പണിയെടുത്തു, 950 മതി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 1000 തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നൽകുന്നവൻ റാഹത്തായിട്ട് കൊടുക്കും, അപ്പോൾ അത് തൊയ്യിബായിരിക്കുകയും ചെയ്യും. ഇതിങ്ങനെ ബാക്കിയുള്ളതൊക്കെ ഇതിലേക്ക് കണക്ട് ചെയ്ത് മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഹലാലുകൾ തൊയ്യിബല്ലാതെ പോകുന്നുണ്ട്. ഒരു കാരണവശാലും അങ്ങനെയുള്ള സാധനം ഭക്ഷണമായി ഉപയോഗിക്കാൻ പാടില്ല. ഇതാണ് ഞാൻ പറയുന്ന ആശയം. ഭക്ഷണം പട്ടിണി കടന്നാലും ശരി, തൊയ്യിബല്ലാത്തത് ഉപയോഗിക്കാൻ പാടില്ല. സ്വന്തമായിട്ട് ഉപയോഗിക്കരുത്, ഭാര്യ സന്താനങ്ങൾക്ക് കൊടുക്കരുത്, എങ്കിൽ മാത്രമേ അവർ സ്വാലിഹീങ്ങളായി മാറുകയുള്ളൂ. അപ്പൊ ഒന്നാമത്തേത് നല്ല പേരിടണം, രണ്ടാമത്തേത് ദീനിയും ദുന്യവിയുമായ ഇൽമ പഠിപ്പിക്കണം, മൂന്നാമത്തേത് ഹലാലും തൊയ്യിബുമായ ഭക്ഷണം കൊടുക്കണം, നാലാമത്തെ കാര്യം മാതാപിതാക്കൾ മക്കളുടെ സ്വഭാവത്തെ നന്നാക്കിയെടുക്കണം. അതായത് സ്വഭാവം എന്ന് പറഞ്ഞാൽ പഠിക്കുന്നതല്ല, കണ്ട് മനസ്സിലാക്കുന്നതാണ്. സ്വഭാവം ബുക്ക് വായിച്ചിട്ടൊന്നും നേരാവൂല. സ്വഭാവം എന്ന് പറഞ്ഞ സാധനം കണ്ടുപഠിക്കുന്ന സാധനമാണ്. വാപ്പ എങ്ങനെയാണ് ചെയ്യുന്നത്, ഉമ്മ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ടാണ് പഠിക്കുന്നത്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി 4ാം ക്ലാസ് മദ്രസയിൽ വന്നിട്ട് അടുത്തിരിക്കുന്ന കുട്ടിനെ 4 കാലും വാലുള്ള സാധനത്തിന്റെ പേരാണ്ട് വിളിച്ചാല് പെരേന്ന് ഒന്നുകിൽ ഉമ്മ വാപ്പാനെ വിളിക്കണത് കേട്ടതാണ്, അല്ലെങ്കിൽ വാപ്പ ഉമ്മാനെ വിളിക്കണത് കേട്ടതാണ്. അല്ലാതെ ഈ സ്വഭാവം വരൂല. സ്വഭാവം എന്ന് പറയുന്നത് കണ്ടുപഠിക്കുന്ന സാധനമാണ്. മാതാപിതാക്കളുടെ സ്വഭാവത്തിൽ നിന്നാണ് മക്കളുടെ സ്വഭാവം ഉണ്ടായി വരുന്നത്. അതുകൊണ്ട് സ്വഭാവത്തിന്റെ പരിപാലനം ചെയ്യണം. അത് നിരന്തരമായ പരിശീലനങ്ങളിലൂടെ നേടിക്കൊടുക്കണം. മദ്രസന്റെ അടുത്ത് കൂടെ ഇങ്ങനെ വാപ്പ മകനും കൂടിയും കയ്യും പിടിച്ചിങ്ങാണ്ട് പോവുകയാണ് മദ്രസന്റെ അടുത്ത് കൂടെ. അപ്പോൾ മോൻ വാപ്പാട് പറഞ്ഞു, വാപ്പ ഇന്റെ മദ്രസയാണിത് എന്ന് പറഞ്ഞു. എന്നാൽ വാപ്പ അപ്പോൾ പറയണം, മോനെ ഇന്റെ മദ്രസ എന്ന് പറയരുത്, ഞങ്ങളെ മദ്രസയാണെന്ന്. അതാണ് ഈ സ്വഭാവം എന്ന് പറഞ്ഞ സാധനം. ഇന്റെ മദ്രസ എന്ന് പറയല്ല മോനെ, ഞങ്ങളെ മദ്രസ എന്ന് പറയാൻ. സംഭവം വളരെ നിസ്സാരാണ്, പക്ഷെ ആ കുട്ടിയുടെ സ്വഭാവം അതിനനുസരിച്ചാണ് രൂപപ്പെട്ടു വരിക. ഇങ്ങനെ പറഞ്ഞും കാണിച്ചും ഗുരുനാഥന്മാരോടുള്ള പെരുമാറ്റമൊക്കെ അങ്ങനെയാണ് കിട്ടുന്നത്. ഒരു ദിവസം
3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി സ്കൂള് വിട്ട് വീട്ടിൽ വന്നപ്പോ പറഞ്ഞു, വാപ്പ അല്ലെങ്കിൽ ഉമ്മ, ഞങ്ങളെ സ്കൂളിലെ ഹെഡ്മാഷ എല്ലാരും ചേനത്തലേന്നാണ് വിളിക്കല് എന്ന് പറഞ്ഞു. ആള് കഷണ്ടിയാണ്. അതില് വാപ്പ ചോദിക്കാണ്, എന്തേജ് പറഞ്ഞത്? അപ്പൊ അവൻ പറഞ്ഞു, എല്ലാരും ചേനത്തലേന്നാണ് വിളിക്കണത് എന്ന് പറഞ്ഞു. അതിൽ വാപ്പ പറഞ്ഞു, അത് അയാൾക്ക് പറ്റിയ പേരെന്നെയാണ്. ഏത്? ഇവന്റെ സിറാത്ത് പാലം കിടക്കുമ്പോ ഈ കുട്ടി കയ്യമ്മ പിടിച്ചണത്രേ ഓലത്തും. അത് അപ്പ തിരുത്തി കൊടുക്കണം. അപ്പ തിരുത്തണം, മോനെ ഗുരുനാഥന്മാരെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല, വാപ്പക്ക് അത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഒരിക്കൽ അത് നിമിഷം തിരുത്തി കൊടുത്തില്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവിതം മൊത്തം അങ്ങനെ പോവുള്ളൂ. ഗുരുനാഥനെ ഇൻസൾട്ട് ചെയ്ത ആളുടെ വജീനം മുടങ്ങും, അവന്റെ ആക്ബത്ത് ചീത്തയായിരിക്കും. ഗുരുനാഥനെ ചീത്ത പറയുന്ന ആള് സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ട് എടുക്കെത്തിയില്ല, കണ്ണടപ്പീട് തുടങ്ങിയിട്ട് എടുക്കെത്തിയില്ല, ഗൾഫ് പോയിട്ടൊന്നും ആയില്ല, അരിക്കച്ചവടം ചെയ്തിട്ട് എടുക്കെത്തിയില്ല, റോഡ് പണി എടുത്തു നോക്കി എടുക്കെത്തിയില്ല, കോൺക്രീറ്റ് എടുത്തു എടുക്കെത്തണില്ല, പലയിടത്തും പൈസ കൊടുത്തു അതിന് ഇങ്ങോട്ട് റിട്ടേണില്ല. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കടയിൽ നിന്ന് സാധനം വാങ്ങുന്നത് കടമായി വന്നു. ഒജീനം കടമായി വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായും പരിശോധിക്കണം ഏത് ടീച്ചറെ സാരിയിലേക്കാണ് മഷി കുടഞ്ഞിട്ടുള്ളത് എന്നത്. ഗുരുവിനെ ഇൻസൾട്ട് ചെയ്തവന് മാത്രമേ ഒജീനം തടയപ്പെടുകയുള്ളൂ. ഇതൊക്കെ വാപ്പാന്റെ അടുത്തും ഉമ്മാന്റെ അടുത്തും കേട്ട് പഠിക്കുന്നതാണ്. അതിനാൽ ഗുരുനാഥന്മാരെ ഇൻസൾട്ട് ചെയ്യുന്ന സ്വഭാവം സമ്മതിക്കാൻ പാടില്ല. മാതാപിതാക്കളുടെ പെരുമാറ്റം കണ്ടാണ് സ്വഭാവം പഠിക്കുന്നത്. 5 സെന്റ് സ്ഥലം അതിലൊരു ചെറിയ പെരിയായപ്പോഴേക്ക് ഉച്ചക്കും രാവിലെയും വൈകുന്നേരം തറവാട്ടിലുള്ള ഉമ്മാനും ബാപ്പാനും കുട്ടികളെ മുമ്പിൽ വെച്ച് മോശമാക്കി സംസാരിച്ചാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഇവന്റെ മാതാപിതാക്കൾ അനുഭവിക്കേണ്ടി വരും. നമ്മളെ വാപ്പാനോടും ഉമ്മാനോടും എങ്ങനെ പെരുമാറുന്നു എന്നത് മാത്രമേ നമ്മളെ മക്കളിൽ നിന്ന് തിരിച്ചു ലഭിക്കുള്ളൂ. ചരിത്രത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നു ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു. മഹാനായ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ മകന് കൊടുത്ത ഉപദേശങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം നിലവിൽ വന്നിട്ടുണ്ട്, സൂറത്തുൽ ലുക്മാൻ. എന്താ ഈ ലുക്മാന്റെ പ്രത്യേകത? ഈ ലുക്മാന് പ്രായമായ ഒരു ഉമ്മയുണ്ടായിരുന്നു. സയ്യിദുനാ ലുക്മാൻ റളിയല്ലാഹു അൻഹുവിന് പ്രായമായ ഒരു ഉമ്മയുണ്ടായിരുന്നു. എന്നും രാവിലെ ലുക്മാൻ ജോലിക്ക് പോകുമ്പോ ഉമ്മയോട് ചോദിക്കും, ഉമ്മ, ലുക്മാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ജോലിക്ക് പോണത്, വൈകുന്നേരം വരുമ്പോ ഉമ്മാക്ക് എന്താ കൊണ്ടുവരേണ്ടത് എന്ന് ചോദിക്കും. അപ്പൊ എന്നും ഉമ്മ എന്തേലും ഒന്ന് പറയും, അത് കൊടുന്നു കൊടുക്കും വൈകുന്നേരം വരുമ്പോ. അങ്ങനെ ഉമ്മാക്ക് പ്രായം കൂടി വന്നു, പ്രായത്തിന്റെ അസ്വസ്ഥതകൾ തുടങ്ങി. പ്രായം കൂടി വന്നാല് സംസാരത്തിനൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ വരും. അങ്ങനെ ഉമ്മാക്ക് പ്രായത്തിന്റെ അസ്വസ്ഥത തുടങ്ങി. ഒരു ദിവസം ലുക്മാൻ രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി തയ്യാറായിട്ട് ഉമ്മാന്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, ഉമ്മ, ലുക്മാൻ ജോലിക്ക് പോകാണ്, വൈകുന്നേരം വരുമ്പോ ഉമ്മാക്ക് എന്താ കൊണ്ടുവരേണ്ടത് എന്ന് ചോദിച്ചു. അതിൽ ഉമ്മ പറഞ്ഞു, മോനെ, സ്വർഗത്തുനിന്ന് ഒരു പിടി മണ്ണുണ്ട് പറഞ്ഞു. അതിൽ ലുക്മാൻ റളിയല്ലാഹു അൻഹു ഇമ്മാന്റെ കാലിലോട്ടുന്ന ഒരു പിടി മണ്ണെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇതന്നെയാണ് ഉമ്മ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ്, ലുക്മാൻ ഇന്ന് ജോലിക്ക് പോണില്ല പറഞ്ഞു. ആ മനുഷ്യൻ തന്റെ മകന് കൊടുത്ത ഉപദേശം പരിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സൂറത്തിന്റെ പേരാണ് സൂറത്തുൽ ലുക്മാൻ. സ്വന്തം മക്കളെ ഉപദേശിക്കാനുള്ള യോഗ്യത ഉണ്ടാവണമെങ്കിൽ അവനാന്റെ അമ്മാനും ബാപ്പാനും നോക്കിയിരിക്കണം എന്നതാണ് നിബന്ധന. അതുകൊണ്ട് ചെറിയ കാര്യമായി കാണരുത്. 5ാമത്തെ വിഷയമാണ് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ദുആ ചെയ്യണം എന്നത്. പ്രത്യേകിച്ച് ഉമ്മാന്റെ ദുആ മക്കൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഖൈറിന് വേണ്ടി മാത്രമേ ദുആ ചെയ്യാവൂ, ഷെറിന് വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല. അത് ദുആന്റെ പരിധിയിൽ വരികയും ഇല്ല. ഖൈറിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നതാണ് ദുആയുടെ പരിധിയിൽ വരുന്നത്. അതുകൊണ്ട് എന്തൊക്കെയായാലും ഖൈറിന് വേണ്ടി മാത്രമേ ദുആ ചെയ്യാവൂ. അങ്ങനെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിച്ച് നമ്മൾ ജീവിക്കുന്നത് നമ്മളെ മക്കൾക്ക് വേണ്ടിയാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് ഓല് കേടുന്ന പിന്നെ എന്താ നമുക്ക് ഇവിടെ ഉള്ളത് എന്ന് ചിന്തിച്ച് അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങളിലൊക്കെ നമ്മൾ സമയം ചെലവഴിക്കണം. സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ എല്ലാവരെയും ഖൈറിന്റെ അഹ്ലുകാരിൽ ചേർക്കട്ടെ. ഒരു ഫാത്തിഹ എല്ലാവരും ഓതി. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ.
إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇവിടെ എന്തെങ്കിലും നടപടിക്രമങ്ങളുണ്ടോ? നല്ലൊരു ആമീൻ പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد. അർഹമുർറഹീമായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞത് കേട്ടത് ഒരുമിച്ച് കൂടിയത് എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. ചെറുതും വലുതുമായ ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളെയും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാഫാക്കണേ അല്ലാഹ്. അർഹമുർറഹീമായ റബ്ബേ, ഇരുലോക വിജയികളിൽ ചേർത്ത് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണേ അല്ലാഹ്. മാലിലും ഔലാദിലും അസ്വാജിലും ബുയൂത്തിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഖൈറിന്റെ അഹ്ലുകാരിൽ ഞങ്ങളെയും മാതാപിതാക്കൾ ഉസ്താദുമാരെയും ചേർക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഉമ്മാപ്പമാർ, ഉസ്താദുമാര്, ബന്ധുക്കള്, ദുആ ചെയ്യാൻ പറഞ്ഞവർ, ഞങ്ങളെ സഹായിച്ചവർ, ഈ നിലയിലെത്തിക്കാൻ വേണ്ടി അധ്വാനിച്ചവർ എല്ലാവർക്കും വലിയ കൂലി നൽകണേ അല്ലാഹ്. അർഹമുർറഹീമായ റബ്ബേ, ഒരുപാട് സ്ഥലങ്ങളിൽ പല സന്ദർഭങ്ങളിൽ ഞങ്ങളോട് ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാ മുറാദുകളെയും ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും എല്ലാ രോഗങ്ങളെയും ശിഫയാക്കണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ ഈ പരിപാടിക്ക് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും സഹായിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാ മുറാദുകളെയും ഹാസിലാക്കണേ അല്ലാഹ്. പടച്ചോനെ, ഈ സ്ഥാപനത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥികളാണ് കാര്യമായി ഈ പരിപാടിയുടെ മുൻപന്തിയിലുള്ളത്. അവരുടെ ജോലികളിൽ, വരുമാനങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പ്രത്യേകിച്ച് വിദേശത്തുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ ഖൈറ് നൽകണേ അല്ലാഹ്. പടച്ചോനെ, അവരുടെ സംഭാവനകൾ, സഹായം കൊണ്ടാണ് ഞങ്ങളുടെ പല ദീനീ പ്രവർത്തനങ്ങളും നടന്ന് മുന്നോട്ട് പോകുന്നത്. അവർക്ക് നീ സലാമത്തും ബറക്കത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ദീർഘായുസ്സും ആഫിയത്തും നൽകണേ റഹ്മാനെ. പടച്ചോനെ, രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്കും അവർക്കും പരിപൂർണമായ രോഗശമനം നൽകണേ അല്ലാഹ്. ശരീരത്തിന്റെയും മനസ്സിന്റെയും രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാഹ്. പടച്ചോനെ, ഉള്ളിലും പുറത്തുമുള്ള എല്ലാ രോഗങ്ങളെയും ശിഫയാക്കണേ അല്ലാഹ്. അധ്വാനിച്ച സമ്പത്ത് മുഴുവൻ ചെലവഴിച്ചാലും മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന രോഗങ്ങളെ തൊട്ട് സലാമത്തിലാക്കണേ അല്ലാഹ്. അപകട മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് മരണത്തെ കുറിച്ച് സൂചന ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് മനസ്സറിഞ്ഞ് തൗബ ചെയ്യാൻ ഞങ്ങൾക്ക് നീ അവസരം നൽകണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെയും ഞങ്ങളുടെയും ഖബറിനെ സ്വർഗമാക്കണേ അല്ലാഹ്. ജന്നാത്തുൽ ഫിർദൗസിൽ പുന്നാര നബിയോടൊപ്പം ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. പടച്ചോനെ, ഒരുപാട് സ്ത്രീകൾ ഒരുമിച്ച് കൂടിയ സദസ്സാണ്. അവരുടെ ഖൽബിന്റെ മുറാദുകളെ ഹസ്വിലാക്കണേ അല്ലാഹ്. വിധവകൾക്ക് സ്വബ്ർ നൽകണേ അല്ലാഹ്. ആണും പെണ്ണുമായ ഞങ്ങളുടെ മക്കൾക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാഹ്. മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. ഞങ്ങൾക്കും മക്കൾക്കും നാഫിയായ ഇൽമ നൽകണേ അല്ലാഹുവേ. മക്കളെ കൊണ്ട് കേൾക്കാൻ കഴിയാത്തത് എന്തെങ്കിലും കേൾക്കുന്നതിനെ തൊട്ട് ഞങ്ങളെ നീ കാത്ത് സലാമത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഉസ്താദുമാർക്ക് പൊറുക്കണേ അല്ലാഹ്. അവർക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബറിനെ സ്വർഗമാക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഈ പ്രദേശത്തെ ഐക്യത്തെയും യോജിപ്പിനെയും നിലനിർത്തണേ അല്ലാഹ്. കമ്മിറ്റിക്കാർക്ക് ബറക്കത്ത് നൽകണേ അല്ലാഹ്. ശബ്ദവും വെളിച്ചവും ക്യാമറയും മറ്റു സൗകര്യങ്ങളും ഏർപ്പാട് ചെയ്തവർക്ക് പടച്ചോനെ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പറഞ്ഞതും പറയാത്തതുമായ ഒരുപാട് വിഷയങ്ങളുണ്ട്. എല്ലാം അറിയുന്ന ഖാലിഖായ റബ്ബേ, നീ ഞങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും ഏറ്റെടുക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ വതഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മഅസൂമാ വലാ തജ്അൽ മിന്നാ വലാ ഫീനാ വലാ മാനാ
شقيا ولا مطرودا ولا محروما ألف بين قلوبنا وأصلح ذات بيننا واهدنا سبل السلام ونجنا من الظلمات إلى النور آمين برحمتك يا أرحم الراحمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين.